ഹായ് എവരിവൺ, കേരള PSC HSA മാത്തമാറ്റിക്സിലെ റിയൽ അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് റിയലിന് വേണ്ട ബേസിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ടോപ്പിക്സിലോട്ട് വരികയാണ്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്കാണ് ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് സെറ്റ്, സുപ്രീമം ആൻഡ് ഇൻഫിമം. ഓക്കെ, നമുക്ക് എന്താണ് ബൗണ്ടഡ് സെറ്റ് അല്ലെങ്കിൽ അൺബൗണ്ടഡ് സെറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എ സബ്സെറ്റ് എസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് സെറ്റ് ടു ബി ബൗണ്ടഡ് എബവ് if there exists a real number k such that every member of S is less than or equal to k. X is less than or equal to k for every x in S. K is called the upper bound of S. If no such number k exists, then set is said to be unbounded above or not bounded above. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു സെറ്റ് ഉണ്ട്, എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. റിയൽ നമ്പറിൻ്റെ ഒരു സെറ്റാണ്, എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. ഓക്കെ, ഇത് ബൗണ്ടഡ് എബവ് ആണെന്ന് പറയണമെങ്കിൽ ഓക്കെ എസ്സിലെ നമുക്കൊരു കെ എന്ന് പറയുന്ന നമ്പറിനെ കണ്ടുപിടിക്കാൻ പറ്റണം. അത് റിയൽ നമ്പർ ആയിരിക്കണം. കെ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറിനെ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ഈ കെയേക്കാളും ചെറുതായിരിക്കണം എസ്സിലെ എല്ലാ എലമെൻറ്റും. നമുക്കിപ്പോൾ ഇത് റിയൽ ലൈനാണെന്ന് വിചാരിക്കുക. റിയൽ ലൈനിൽ കെ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കണം. ആ നമ്പറിനേക്കാളും ചെറുതായിരിക്കണം എസ്സിലെ എല്ലാ എലമെൻസും. എങ്കിൽ നമുക്ക് പറയാം എസ് ഈസ് ബൗണ്ടഡ് എബവ് ആണെന്ന് പറയാം. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ കെനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പർ ബൗണ്ട് ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഒരു കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ സെറ്റ് അൺബൗണ്ടഡ് എബവ് ആണ്. മുകളിൽ അതിനൊരു ബൗണ്ട് ഇല്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ബൗണ്ടഡ് ബിലോ എന്താണെന്ന് പറയാം. എ സെറ്റ് എസ് ഈസ് സെറ്റ് ടു ബി ബൗണ്ടഡ് ബിലോ ഇഫ് there exists a real number small letter k such that every member of S is greater than or equal to k. That is k less than or equal to x for every x in S. The number k is called the lower bound of S. If no such k exists, the set is said to be unbounded below or not bounded below. അതായത് നമ്മളിവിടെ പറയുന്നത് എസ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറിൻ്റെ ഒരു സബ്സെറ്റ് ഉണ്ട്. ഓക്കെ, അത് ബൗണ്ടഡ് ബിലോ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഒരു കെ എന്ന് പറയുന്ന എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റണം. അത് സ്മോൾ ലെറ്റർ കെ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഒരു റിയൽ നമ്പറിനെ കണ്ടുപിടിക്കാൻ പറ്റണം. എസ്സിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതെല്ലാം കെയേക്കാളും വലുതായിരിക്കണം. ഓക്കെ, കെയിനേക്കാളും വലുതായിരിക്കണം. കെ ആയിരിക്കണം, ആ കണ്ടുപിടിക്കുന്ന നമ്പർ ആയിരിക്കണം ചെറുത്. നമ്മൾ എൻട്രിയേക്കാളും, നമ്മളെ എസ് എന്ന് പറയുന്ന സെറ്റിലെ എലമെൻസിനേക്കാളും ചെറുതായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കുന്ന കെ. അങ്ങനെ ഒരു കെ എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് സെറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ. ഓക്കെ, തന്നിരിക്കുന്ന സെറ്റിലെ എലമെൻസിനേക്കാളും ചെറിയ ഒരു നമ്പറിനെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സെറ്റ് ബൗണ്ടഡ് ബിലോ ആണ്. ഓക്കെ, ആ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ്, ആ കെ എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ലോവർ ബൗണ്ട് ഓഫ് എസ് എന്ന് പറയാം. ഇനി അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് അൺബൗണ്ടഡ് ബിലോ ആണ്, അല്ലെങ്കിൽ ബൗണ്ടഡ് ബിലോ അല്ല എന്ന് പറയാം. നെക്സ്റ്റ്, എ സെറ്റ് ഈസ് ബൗണ്ടഡ് ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എബവ് ആസ് വെൽ ആസ് ബൗണ്ടഡ് ബിലോ. ഒരു സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ, ബൗണ്ടഡ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അത് ബൗണ്ടഡ് എബവ് ആയിരിക്കണം, അത് ബൗണ്ടഡ് ബിലോയും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ സെറ്റ് ബൗണ്ടഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എ സെറ്റ് ഹാസ് വൺ അപ്പർ ബൗണ്ട്, ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് അപ്പർ ബൗണ്ട്സ്. അതായത് ഒരു സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ആ സെറ്റിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് അപ്പർ ബൗണ്ട്സ് ഉണ്ടാവും. എന്താ അങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഒരു സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് എങ്കിൽ ആ സെറ്റിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് അപ്പർ ബൗണ്ട്സ് ഉണ്ടാവും. ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റിയൽ ലൈനാണ്, ക്ലോസ്ഡ് 0 1 എടുത്തു. ഇത് ബൗണ്ടഡ് ആണ്, കാരണം 0യേക്കാളും വലുതാണ് എല്ലാ എലമെൻറ്റും, 1നേക്കാളും ചെറുതാണ് എല്ലാ എലമെൻറ്റും. സോ 0 എന്ന് പറയുന്നത് ലോവർ ബൗണ്ടും 1 എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടുമാണ്. ഇനി ഇവിടെ 1 എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടാണല്ലേ. ഇവിടെ 2 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? അപ്പർ ബൗണ്ടാണ്, കാരണം 2നേക്കാളും ചെറുതാണ് തന്നിരിക്കുന്ന എസ്സിലെ എല്ലാ എലമെൻറ്റും. 3 എന്ന് പറയുന്നതും അപ്പർ ബൗണ്ടാണ്, 4 എന്ന് പറയുന്നതും അപ്പർ ബൗണ്ടാണ്. അങ്ങനെ ഈ 1 ശേഷമുള്ള എല്ലാ എൻട്രി എടുത്താലും അതെല്ലാം ഈ തന്നിരിക്കുന്ന എസ് എന്ന് പറയുന്ന സെറ്റിന് അപ്പർ ബൗണ്ടുകളാണ്. സോ നമുക്ക് ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് അപ്പർ ബൗണ്ട് ഉണ്ടാവും എന്നർത്ഥം. ഇഫ് കെ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ സെറ്റ് എസ്, ദെൻ എവറി മെമ്പർ ഗ്രേറ്റർ ദാൻ കെ ഈസ് ഓൾസോ ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. കെ എന്ന് പറയുന്നത് ഒരു സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് ആണെങ്കിൽ
കെയേക്കാളും വലിയ ഏതൊരു നമ്പറും ആ സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് ആയിരിക്കും. ഇവിടെ പറഞ്ഞ പോലെ 1നേക്കാളും വലിയ എല്ലാ നമ്പേഴ്സും ഈ തന്നിരിക്കുന്ന സെറ്റിന് അപ്പർ ബൗണ്ടാണ്. വി ഗെറ്റ് എ സെറ്റ് ഓഫ് അപ്പർ ബൗണ്ട്സ്, ദിസ് സെറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന്, അതായത് 1ന് ശേഷമുള്ള എല്ലാ എൻട്രിയും അതിൻ്റെ അപ്പർ ബൗണ്ടുകളാണെന്നാണ് പറഞ്ഞത്. ഈ 0ക്കും 1നും ഉള്ള അപ്പർ ബൗണ്ടാണെന്ന് പറഞ്ഞു. അതായത് 1 ഇൻഫിനിറ്റി എന്ന് പറയാം. ഇതിൽ ഏത് എൻട്രി എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഇതിന് അപ്പർ ബൗണ്ടുകളാണ്. അപ്പോൾ ഈ അപ്പർ ബൗണ്ടിൻ്റെ സെറ്റിലെ നോക്ക്, ഈ അപ്പർ ബൗണ്ടിൻ്റെ സെറ്റ് എന്താ? 1 ഇൻഫിനിറ്റി എന്ന് പറയുന്നതാണ് അപ്പർ ബൗണ്ടിൻ്റെ സെറ്റ്. ഇതെപ്പോഴും ബൗണ്ടഡ് ബിലോ ആയിരിക്കും. നോക്കുക, ഇത് ബൗണ്ടഡ് എബവ് ആണോ? അല്ല. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് അപ്പർ ബൗണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ എൻട്രി എപ്പോഴും ബൗണ്ടഡ് ബിലോ ആയിരിക്കില്ല, ബൗണ്ടഡ് എബവ് ആയിരിക്കില്ല. കാരണം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് അപ്പർ ബൗണ്ട്സ് ആണുള്ളത്. പക്ഷെ അതിന് എപ്പോഴും ഒരു ലോവർ ബൗണ്ട് ഉണ്ടാവും. ആ ലോവർ ബൗണ്ട് ബൗണ്ടഡ് ബിലോ. ഈ തന്നിരിക്കുന്ന ഈ ബൗണ്ടുകളുടെ സെറ്റിന് ഒരു ലോവർ ബൗണ്ട് ഉണ്ടാവും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അത് ബൗണ്ടഡ് ബിലോ ആയിരിക്കും. കൺഫ്യൂഷൻ ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് അപ്പർ ബൗണ്ട് ഉണ്ടാവും. അങ്ങനെ അപ്പർ ബൗണ്ടുകളുടെ കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ അപ്പർ ബൗണ്ടുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ബിലോ ആയിരിക്കും. ആ സെറ്റിലെ അപ്പർ ബൗണ്ടിൻ്റെ കളക്ഷൻ്റെ ആ സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബൗണ്ടഡ് ബിലോ ആയിരിക്കും. അതിന് ബൗണ്ടഡ് എബവ് ആവണമെന്നില്ല. ഇത്രയും. A set S is bounded below determines an infinite set of its lower bounds which is bounded above by the member of S. ഇനി എ സെറ്റ് എസ് ഈസ് ബൗണ്ടഡ് ബിലോ. ഇനി ഒരു സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിന് ഒരു ലോവർ ബൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലോവർ ബൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലോവർ ബൗണ്ടിൻ്റെ ഒരു സെറ്റ് കിട്ടും. ആ ലോവർ ബൗണ്ടിൻ്റെ സെറ്റ് എന്ന് പറയുന്നതിൻ്റെ കളക്ഷനല്ലേ, ആ സെറ്റ് ബൗണ്ടഡ് എബവ് ആയിരിക്കും. അതുകൊണ്ട് പറയാൻ ഞാൻ ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് 0, 1 എന്ന് പറയുന്നത് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതാണ് അതിൻ്റെ ലോവർ ബൗണ്ട് എന്ന്. അപ്പോൾ ഇവിടുത്തെ ഏത് എൻട്രി എടുത്താലും അതൊക്കെ ഈ സെറ്റിൻ്റെ ലോവർ ബൗണ്ടുകളാണ്. കാരണം ഈ സെറ്റിനേക്കാളും വലുതാണ് ഇതിൽ ഏത് എൻട്രി എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ നമുക്ക് പറയാം -∞ to 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ലോവർ ബൗണ്ടുകളുടെ കളക്ഷനാണ്. ഈ ലോവർ ബൗണ്ടുകൾക്ക് ബൗണ്ടഡ് ബിലോ ഉണ്ടോ? ഇങ്ങോട്ടേക്ക് പോകും തോറും അതിന് എന്തില്ല, അതിന് ഒരു ബൗണ്ടഡ് ബിലോ ആവുന്നില്ലല്ലോ, ഇൻഫിനിറ്റിയിലോട്ടല്ലേ പോകുന്നത്. ഇനി നോക്കാം, ഇതിൻ്റെ ഇവിടെ ഏറ്റവും വലിയ എലമെൻ്റ് ഏതാണ്? 0 ആണല്ലേ. അത് അതിൻ്റെ ലോവർ ബൗണ്ടാണ്. അപ്പോൾ ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ആണ്. പിന്നെ താഴോട്ടേക്ക് ഒരു ലോവർ ബൗണ്ട് ഇതിനില്ല. പക്ഷെ 0 എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിൻ്റെ ഈ അപ്പർ ബൗണ്ട് ഈ ലോവർ ബൗണ്ടിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ബൗണ്ടഡ് എബവ് ആയിരിക്കും. ഇവിടുത്തെ ബൗണ്ടഡ് എബവ് ആയിട്ടുള്ള സെറ്റ് ഇതിൻ്റെ അപ്പർ ബൗണ്ട് ആണുള്ളത്, ദാറ്റ് ഈസ് 0 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എ മെമ്പർ ജി ഓഫ് എ സെറ്റ് എസ് ഈസ് കോൾഡ് ദ ഗ്രേറ്റസ്റ്റ് മെമ്പർ ഓഫ് എസ് ഇഫ് എവറി മെമ്പർ ഓഫ് എസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. ദാറ്റ് ഈസ് ജി ബിലോങ്സ് ടു എസ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഫോർ എവറി എക്സ് ഇൻ എസ്. അതായത് നമ്മളെ കയ്യിൽ എസ് എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. ഓക്കെ, എസ് എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. അതിലൊരു മെമ്പറാണ് ജി. ഓക്കെ, ഈ ജിയെ നമ്മൾ ഗ്രേറ്റസ്റ്റ് മെമ്പർ ഓഫ് ജി എന്ന് പറയണമെങ്കിൽ ഈ ഒരു സെറ്റിലെ ഏറ്റവും വലിയ എൻട്രി ആണ് ജി എന്ന് പറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഏതൊരു മെമ്പർ നമ്മൾ എസ്സിലെടുത്താലും അതെല്ലാം ജിയേക്കാളും ചെറുതായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ജി ഈസ് ദ ഗ്രേറ്റസ്റ്റ് മെമ്പർ. അതായത് 2 കണ്ടീഷൻ വേണം. ജി എന്ന് പറയുന്നത് ജി എസ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് മെമ്പർ ആണെന്ന് പറയണമെങ്കിൽ ജി എന്ന് പറയുന്നത് എസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ എസ്സിലെ ഏത് എലമെൻറ്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും അത് ജിയേക്കാളും ചെറുതായിരിക്കണം. Okay, if the set of all upper bounds of a set S has a smallest member, say M is called the least upper bound or supremum of S. ഇനി നമ്മൾ പറഞ്ഞു ഈ അപ്പർ ബൗണ്ടഡ് എബവ് ആണെങ്കിൽ നമുക്ക് അപ്പർ ബൗണ്ടിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. ആ അപ്പർ ബൗണ്ടിൻ്റെ കളക്ഷനിലെ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റില്ലേ ആ എലമെൻ്റ് ആയിരിക്കും അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പർ ബൗണ്ടിൻ്റെ കളക്ഷനിലുള്ള ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആയിരിക്കും ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? സുപ്രീമം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നമുക്ക് 0, 1 തന്നെ പറയാം. 0, 1 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഈ സെറ്റിൽ നമ്മൾ പറഞ്ഞു അപ്പർ ബൗണ്ടിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻഫിനിറ്റി ആണ് അപ്പർ ബൗണ്ടിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. 1 ഇൻഫിനിറ്റി ആണ് അപ്പർ ബൗണ്ടിൻ്റെ കളക്ഷൻ. ഇതിൽ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ഏതാണ്? 1 ആണ്. സോ 1 ഈസ് ദ സുപ്രീമം ഓഫ് ദ സെറ്റ്. 1 ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ്. ഓക്കെ, ഇനി സുപ്രീമം ഓഫ് എ സെറ്റ് എസ് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ്. ഒരു സെറ്റിന് സുപ്രീമം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം.
ഓക്കെ, ഇഫ് സുപ്രീമം എക്സിസ്റ്റ് ഇറ്റ് മേ ഓർ മേ നോട്ട് ബിലോങ്സ് ടു എസ്. സുപ്രീമം ഉണ്ടെങ്കിൽ അത് സെറ്റിലുണ്ടാവാം, സെറ്റിലുണ്ടാവാതിരിക്കാം. ഓക്കെ, അപ്പോൾ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം ഒരു സെറ്റിന്. അതുപോലെ തന്നെ സെറ്റിൽ തന്നെ സുപ്രീമം വേണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെറ്റിലുണ്ടാവാം, സെറ്റിലുണ്ടാവാതിരിക്കാം. നെക്സ്റ്റ്, ഈ ഡെഫിനേഷൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഈ ഡെഫിനേഷൻ ഞാനത് എപ്സിലോണൊക്കെ യൂസ് ചെയ്ത് പറയുന്നതാണ്. ഇപ്പം അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ്, എ സെറ്റ് കനോട്ട് ഹാവ് മോർ ദാൻ വൺ സുപ്രീമം. ഒരു സെറ്റിന് ഒരു സുപ്രീമം ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. മോർ ദാൻ വൺ സുപ്രീമം ഉണ്ടാവില്ല, ഒന്നിൽ കൂടുതൽ സുപ്രീമം ഉണ്ടാവില്ല. സുപ്രീമം ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. നെക്സ്റ്റ്, നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇൻഫിമം പറയുന്നത്. അത് ലോവർ ബൗണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരും. നമ്മൾ നേരത്തെ എപ്പോഴൊക്കെ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞോ അതിൻ്റെയൊക്കെ ലോവർ ബൗണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് വരിക. ഓക്കെ, നമുക്ക് നോക്കാം. ഇഫ് ദി സെറ്റ് ഓഫ് ഓൾ ലോവർ ബൗണ്ട്സ് ഓഫ് എ സെറ്റ് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് മെമ്പർ സേ എം, ദെൻ എം ഈസ് കോൾഡ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓർ ദ ഇൻഫിമം ഓഫ് എസ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിന് ലോവർ ബൗണ്ടുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഒരു സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അതിന് ലോവർ ബൗണ്ടുകളുടെ കളക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ 0, 1 ആണ് എടുക്കുന്നതെങ്കിൽ ലോവർ ബൗണ്ടിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് -∞ to 0 ആണ്. അപ്പോൾ അതിലുള്ള ഇപ്പോൾ ഈ സെറ്റ് എന്താണ്? ഈ സെറ്റ് ഞാൻ പറഞ്ഞു ബൗണ്ടഡ് എബവ് ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ സെറ്റിലെ ഏറ്റവും വലിയ ലോവർ ബൗണ്ട് ഏതാ? -∞ to 0. ഇത് ലോവർ ബൗണ്ടിൻ്റെ കളക്ഷൻ അല്ലേ. അതിൽ ഏറ്റവും വലിയ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 0 അല്ലേ. സോ 0 ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ദറ്റ് ഈസ് 0 ഈസ് ദ ഇൻഫിമം ഓഫ് ദ ഗിവൺ സെറ്റ് എസ്. ഓക്കെ, അതായത് നമ്മൾ ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൻ്റെ ലോവർ ബൗണ്ടുകളിലെ ഏറ്റവും വലിയ എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? ലോവർ ബൗണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഇൻഫിമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫിമം ഓഫ് എ സെറ്റ് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് മേ ഓർ മേ നോട്ട് ബിലോങ്സ് ടു എസ്. ഇൻഫിമം എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ അത് എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, എ സെറ്റ് കനോട്ട് ഹാവ് എ മോർ ദാൻ വൺ ഇൻഫിമം. ഒരു സെറ്റിന് ഒരു ഇൻഫിമം ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ഇൻഫിമം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണ്. ആ എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എക്സാമ്പിൾസ് ആണ്. ഇത് കഴിഞ്ഞ് നമ്മളൊരു പ്രോബ്ലം സെഷൻ ചെയ്യും. അപ്പോൾ പ്രോബ്ലം കൂടെ തന്നെ ചെയ്തു പോവാം. സുപ്രീമവും ഇൻഫിമവും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും അത് ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എക്സാമിന്. സാധാരണ സെറ്റ് എക്സാമിനും HSSTക്കും ഒക്കെ ചോദിക്കാറുണ്ട്. HSA കഴിഞ്ഞ വർഷം കണ്ടിട്ടില്ല, എന്തായാലും നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് നമ്മൾ എടുക്കാം. എന്തായത് 1, 2, 3 എന്ന് പറഞ്ഞ് പോകില്ലേ. ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ആണോ? ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കില്ലേ. അപ്പോൾ ഇത് ബൗണ്ടഡ് എബവ് അല്ല. ഇനി ബൗണ്ടഡ് ബിലോ ആണോ? ആണല്ലേ. 1 ആണ് ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇത് ബൗണ്ടഡ് ബിലോ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ചെറിയ എലമെൻ്റ് ആയിട്ടുള്ള 1 തന്നെയാണ് അതിൻ്റെ ലോവർ ബൗണ്ട്. ഇവിടെ ഇൻഫിമം ഓഫ് എസ് എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ n എടുത്തോളൂ കേട്ടോ. ഇൻഫിമം ഓഫ് n എന്ന് പറയുന്നത് 1 ആണ്. അത് ലോവർ ബൗണ്ടാണ്. പിന്നെ എന്തോ പറയാൻ വന്നു, വിട്ടുപോയി. ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റിൽ തന്നെ ഉണ്ട്. അപ്പം സെറ്റിൽ ഉണ്ടാവാതിരിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫിമം ആ സെറ്റിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് സുപ്രീമം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ്, റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ്, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. ഇതൊന്നും എന്തല്ല, ബൗണ്ടഡ് എബവ് അല്ല, ബൗണ്ടഡ് ബിലോ അല്ല. കാരണം അതിനൊരു ലോവർ ബൗണ്ടോ ഒരു അപ്പർ ബൗണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇൻറ്റിജേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നമ്പറിനേക്കാളും ചെറുത് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഒരു നമ്പറിനേക്കാളും വലുത് എന്ന് പറഞ്ഞാൽ എഴുതാനും പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എവറി ഫൈനൈറ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ്. നമ്മളിനി ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് നമ്പറാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് നമ്പർ എടുക്കുന്നത് 1, 2, 3, 4, 5 എക്സെട്ര 10 വരെ എടുത്ത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതെല്ലാം ബൗണ്ടഡ് ആയിരിക്കും. എപ്പോഴും ഒരു ഫൈനൈറ്റ് സെറ്റ് ബൗണ്ടഡ് ആയിരിക്കും. അതിനൊരു അപ്പർ ബൗണ്ടും അതിനൊരു ലോവർ ബൗണ്ടും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് S is equal to set of all x such that x greater than 0, x belongs to R is not bounded above but bounded below. നമുക്ക് നോക്കാം. നമ്മളിങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞൊന്ന് വരച്ച് നോക്കാം കേട്ടോ. റിയൽ നമ്പറാണ് തന്നിരിക്കുന്നത്. നമുക്ക് 0 വേണം. 0നേക്കാളും വലിയ എല്ലാ എക്സുകളും, അതായത് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് R+ ആണ്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. 0 മുതൽ അങ്ങോട്ടേക്കുള്ള ഈ സെറ്റിനെ നമുക്കൊന്നിങ്ങനെ വേണമെങ്കിൽ എഴുതാം. 0 ഇൻഫിനിറ്റി എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് നോക്കാം. ഇത് ബൗണ്ടഡ് എബവ് അല്ല, പക്ഷേ ബൗണ്ടഡ് ബിലോ ആണ്. കാരണം ഇതിന് ഒരു ചെറിയ നമ്പറുണ്ട്. 0യേക്കാളും വലുതാണ് എല്ലാ നമ്പറുകളും. സോ 0 ഈസ് ദ ലോവർ ബൗണ്ട്, 0 ഈസ് ദ
ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. സോ ഇൻഫിമം എന്ന് പറയുന്നത് ആരാണ്? 0 തന്നെയാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റുന്ന കാര്യം ഇവിടെ ബൗണ്ടഡ് ബിലോ ആണ്. ഇവിടെ നമുക്കൊരു കാര്യം കൂടെ പറയാൻ പറ്റും. ഇൻഫിമം ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. പക്ഷെ 0 എന്ന് പറയുന്ന ആ സെറ്റിലുണ്ടോ? ഇല്ല. നമ്മൾ 1ൻ്റെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ 1 എന്ന് പറയുന്ന ലോവർ ബൗണ്ട് ആ സെറ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുക്കുന്ന കേസിൽ നമുക്ക് 0 എന്ന് പറയുന്ന സെറ്റ് എസ്സിലില്ല. പക്ഷെ അത് അപ്പോഴും എന്തായിട്ട് മാറി? ഇൻഫിമോ ആയിട്ട് മാറി. ഇനി നെക്സ്റ്റ്, എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എക്സ് ബിലോങ്സ് ടു R. നമുക്ക് എടുക്കാം 0യും 1ഉം. ഇതാണ് ഓപ്പൺ ഇൻ്റർവൽ 0, 1 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ബൗണ്ടഡ് ആണല്ലേ? 0യും 1ഉം ഒരു 0യേക്കാളും വലുതാണ്, 1നേക്കാളും ചെറുതാണ്, ബൗണ്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സുപ്രീമത്തിൻ്റെ കേസിൽ എന്ത് പറയാം? സുപ്രീമം ഓഫ് എ ഈക്വൽ ടു സുപ്രീമം ഓഫ് എ എന്ന് പറയുന്ന 1 ആണ്. അതുപോലെ തന്നെ ഇൻഫിമം ഓഫ് എ ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ പക്ഷേ സുപ്രീമോ ഇൻഫിമോ ഈ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? 0യും 1ഉം ഓപ്പൺ ഇൻ്റർവൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ അത് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമുക്ക് പറയാം സുപ്രീമോ ആണെങ്കിലും ഇൻഫിമോ ആണെങ്കിലും ആ സെറ്റിൽ വരുന്നില്ല. ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അപ്പോൾ സെറ്റിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. നെക്സ്റ്റ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് ബിലോങ്സ് ടു ക്യൂ. അതായത് റാഷണൽ നമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. റാഷണൽ നമ്പേഴ്സിൽ 0ക്കും 1നും ഇടയ്ക്ക് വരുന്ന റാഷണൽ നമ്പേഴ്സ്, അതിൽ 0യും 1ഉം കൂടി ഇൻക്ലൂഡഡ് ആണ്. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1ൽ വരുന്ന റിയൽ നമ്പേഴ്സ്, എല്ലാ റിയൽ നമ്പറും വരില്ല, പകരം എന്തേ വരുള്ളൂ? റാഷണൽ നമ്പേഴ്സ് മാത്രം നമ്മളിങ്ങനെ എടുക്കുക. അപ്പോഴതും എന്താണ്? ബൗണ്ടഡ് ആണ്. 0യേക്കാളും വലുതും 1നേക്കാളും ചെറുതുമാണ്. 0യും 1ഉം റാഷണൽ നമ്പേഴ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം സുപ്രീമം ഓഫ് ബി എന്ന് പറയുന്നത് 1 ആണ്, ഇൻഫിമം ഓഫ് ബി എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം സുപ്രീമവും ഇൻഫിമവും ഈ തന്നിരിക്കുന്ന സെറ്റിൽ ഉണ്ട് എന്ന് പറയാം. ബി അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, സെറ്റ് സി ഈക്വൽ ടു സെറ്റ് 1/n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. അപ്പോൾ 1/n നമുക്കിങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. 1/n, അപ്പോൾ n ബിലോങ്സ് ടു n. അപ്പോൾ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ 1 ആദ്യം നമ്മൾ 1 കൊടുക്കാം. 1/1 ദറ്റ് ഈസ് 1. 1/2 ഇവിടെയാണ് നമ്മൾ 0 ഉള്ളത്, അങ്ങനെ 1/2 ഇവിടെ വരും. പിന്നെ 1/3, പിന്നെ 1/4, 1/5, 1/6, 1/7 എന്ന് പറഞ്ഞിട്ട് അതെവിടേക്ക് അടുത്തടുത്ത് പോവുകയാണ്? 0 അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് എന്താ സംഭവിക്കുക? ഈ n എത്രയോ വലുതാവുമ്പം ഈ 0. അതായത് 1/1000 എന്ന് പറഞ്ഞാൽ 0.001 എന്നല്ലേ വരിക? അപ്പം അങ്ങനെ നമ്മൾ 1 ഒരുപാട് വലിയ എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് 0യോട് അപ്രോച്ച് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇതിൽ മാക്സിമം എത്ര എലമെൻറ്റേ ഉള്ളൂ? 1, 1ഉം അത് ഉള്ള എലമെൻറ്റ്സ് എല്ലാം 1നേക്കാളും ചെറുതും 0യേക്കാളും വലുതുമാണ്. മാക്സിമം വരുന്ന ഏറ്റവും ലാസ്റ്റ് വരുന്ന എലമെൻറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ സെറ്റ് ബൗണ്ടഡ് ആണ്. ഒരു അപ്പർ ബൗണ്ട്, ഒരു ലോവർ ബൗണ്ടും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സുപ്രീമം ഓഫ് സി എന്ന് പറയുന്നത് എന്താ? ഇത് ഏറ്റവും വലിയ എലമെൻറ്റ്, ദാറ്റ് ഈസ് 1 ആണ്. പിന്നെ ഇവിടെ ഇൻഫീമം ഓഫ് സി എന്ന് പറയുന്നത് ആരാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ. പക്ഷെ ഇവിടെ നോക്കുക നിങ്ങൾ, സുപ്രീമം എന്ന് പറയുന്നത് ഈ സെറ്റിൽ വരുന്നില്ലേ? സുപ്രീമം ഓഫ് സി ബിലോങ്സ് ടു ദ സെറ്റ് സി. പക്ഷേ ഇൻഫീമം ഓഫ് സി എന്ന് പറയുന്നത് ഇതിൽ വരുന്നുണ്ടോ? 0. അതായത് n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോഴാണ് 0യിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അത് വരണമെന്നില്ല. ഓക്കെ. അപ്പോൾ n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോഴാണ്, അതായത് അപ്രോച്ച് ചെയ്യുന്നേ ഉള്ളൂ, നമുക്കത് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻഫിമം ഓഫ് സി എന്ന് പറയുന്നത് ഈ സെറ്റ് സിയിൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഓപ്പൺ ഇൻ്റർവൽ എ ബി, ക്ലോസ്ഡ് ഇൻ്റർവൽ, സെമി ഓപ്പൺ ഇൻ്റർവൽ എ ബി, സെമി ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ഇതൊക്കെ ബൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ സുപ്രീമും ഇൻഫിമും അതിൻ്റെ എൻ പോയിൻറ്റ്സ് തന്നെയായിരിക്കും. നെക്സ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ് മെമ്പർ ഓഫ് എ സെറ്റ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇസ് ദ സുപ്രീം ഓഫ് ദ സെറ്റ്. ഇനി നമുക്കൊരു സെറ്റ് ഉണ്ട്, ആ സെറ്റിലെ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ആ സെറ്റിലുണ്ട് എങ്കിൽ നമുക്ക് പറയാം ആ സെറ്റിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് ആ ഗ്രേറ്റസ്റ്റ് എലമെൻ്റാണ്. അതായത് നമുക്കൊരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ അതിൻ്റെ ഏറ്റവും വലിയ എലമെൻ്റ് അവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ദ സുപ്രീമം ഓഫ് ദാറ്റ് സെറ്റ്. കളക്ഷൻ ഓഫ് അപ്പർ ബൗണ്ട് ഈസ് ആൻ ഇൻ്റർവൽ വിച്ച് ഈസ് ഇൻഫൈനൈറ്റ്. നമ്മൾ പറഞ്ഞു അല്ലേ, അപ്പർ ബൗണ്ടുകളുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവൽ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇഫ് സി ഇൻഫിനിറ്റി ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ സെറ്റ് സി, ദെൻ സി ഈസ് ഓൾസോ ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. അതായത്
നമ്മൾ പറഞ്ഞു ഒരു സെറ്റിൻ്റെ അപ്പർ ബൗണ്ടുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്ത് സി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ അപ്പർ ബൗണ്ടാണ് എങ്കിൽ സി എന്ന് പറയുന്നതും ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും. ഇഫ് ആൻ അപ്പർ ബൗണ്ട് ഇസ് ദ ലിമിറ്റ് പോയിന്റ് ഓഫ് ദ സെറ്റ് ദെൻ ദ അപ്പർ ബൗണ്ട് ഇസ് ദ സുപ്രീമം. ഇനി ഒരു സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ് ഒരു സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ് എങ്കിൽ ആ അപ്പർ ബൗണ്ട് സുപ്രീമം ആയിരിക്കും. അതായത് നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, ആ സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണെങ്കിൽ ആ അപ്പർ ബൗണ്ട് സുപ്രീമം ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഇൻഫിമത്തിൻ്റെ കേസിലും പറയാം കേട്ടോ. അതായത് ഒരു സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ് ലോവർ ബൗണ്ട് എങ്കിൽ ആ ലോവർ ബൗണ്ട് ഇൻഫിമം ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും ലീസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ്. അതായത് 1/n അപ്രോച്ചസ് ടു 0 ആസ് n ബിലോങ്സ് ടു n ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് 1/n 0 പോകുന്നു. പക്ഷെ ഇത് ലിമിറ്റ് അപ്രോച്ച് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ, എത്തുന്നില്ല. അപ്പോൾ 0 ഈസ് ദ ലിമിറ്റ് പോയിൻ്റ് ഓഫ് ദ സെറ്റ് എന്ന് പറയാം. 0 ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ആ 0 ആയിരിക്കും ഈ സെറ്റിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത്. കാരണം അതാണ് അതിൻ്റെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, അതായിരിക്കും അതിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സുപ്രീമം ഇൻഫിമം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. കുറച്ച് പ്രോബ്ലം ചെയ്യാനാണ്, നമുക്ക് ചെയ്ത് നോക്കാം.